എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും കൊച്ചിയിൽ വിസ തട്ടിപ്പോയിട്ട് ആളുകൾ പിടിക്കപ്പെട്ട കാര്യം. അപ്പം നമുക്ക് വീഡിയോ കേട്ടു തുടങ്ങാം. എക്സ്പ്രസ് എന്ന് പറയുന്ന യുകെയിലുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിനിലേക്ക് ക്യാഷ്യറിൻ്റെ വേക്കൻസിയും സെയിൽസിൽ വേക്കൻസി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് പോസ്റ്റ് അങ്ങനെ അത് കണ്ടിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിലേക്ക് പോകുകയും 6,25,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് യുകെയിലേക്ക് വിസ പ്രോസസ്സിംഗ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം ഇവരെ അപ്രോച്ച് ചെയ്യുന്നത്. പ്രോസസ്സ് തുടങ്ങി. പിന്നെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വെച്ചു. ഞങ്ങൾ അന്നേരം അറിയുന്നില്ല. പിന്നെ കുറച്ച് ലാംഗ്വേജിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 2, 3, 4 മാസം കഴിഞ്ഞ് ഇവർ ഈ പൈസ വാങ്ങാനായിട്ട് ഒരു പ്രാവശ്യം 1 ലക്ഷം 2 ലക്ഷം വെച്ച് പിന്നെ പൈസ വാങ്ങുന്നു എന്ന പ്രോസസ്സ് ഒന്നും ചെയ്യുന്നില്ല. അധികം പൈസ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസിൻ്റെ ഓഫീസ്, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെ ഓഫീസ്, പനമ്പള്ളി നഗർ ഓഫീസിലേക്ക് ഞാനൊരു മെയിൽ അയച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല, രജിസ്റ്റർഡ് ആയിട്ടുള്ള ഏജൻസി അല്ലാന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ വലിയ ട്രാവൽ ഏജൻസി കമ്പനികളൊക്കെ തുറന്നു വെച്ച് വിസ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർ തന്നെ നമ്മുടെ നാട്ടിൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ വഴി കാണുന്ന യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ആൾക്കാരുടെയൊക്കെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പൈസ കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നത്? നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ക്യാഷ് കൊടുക്കുമ്പോഴത്തേക്കിന് ട്രാവൽ ഏജൻസികളായിക്കോട്ടെ, വ്യക്തികളായിക്കോട്ടെ, ക്യാഷ് കൊടുക്കുമ്പോഴത്തേക്കിന് ഗ്യാരൻറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ക്യാഷ് കൊടുക്കുക. ഒരാൾ പോലും പറ്റിക്കപ്പെടാതിരിക്കട്ടെ.